കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ 37ാമത് വാർഷികം ആഘോഷിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ 37ാമത് വാർഷികാഘോഷം ക്രസൻഡോ 2K26 എന്ന പേരിലായിരുന്നു സംഘടിപ്പിച്ചത്. സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി MS വിനോദ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമിതി ജോയിന്റ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ P. പത്മകുമാർ ഭദ്രദീപം കൊളുത്തി. മലയാള നോവലിസ്റ്റും പ്രഭാഷകനുമായ ഡോക്ടർ MS നൌഫൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന ഇത്തരം ഒരു കലാലയത്തില്, ഒരു വിദ്യാലയത്തില് ഏറ്റവും മനോഹരമായി ഇത് നന്നായി തന്നെ ചിട്ടപ്പെടുത്തി നടത്തുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. മാത്രമല്ല, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ജാതിമത ചിന്തകളെ പപ്പടം പോലെ പൊട്ടിച്ച് അകറ്റുവാനും പറഞ്ഞ ഗുരുദേവന്റെ പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ ഏർപ്പെടുത്തിയ നല്ല വായനക്കാർക്കുള്ള സമ്മാനം 4ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ആരാധ്യ കിരൺ, ഹീബ സിയാദ്, 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ആർദ്ര, 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ പാർവതി M, സനു ശേഖർ എന്നിവർക്ക് സമ്മാനിച്ചു. ഭാരതീയ ഭാഷാ മിഷൻ നടത്തിയ വിജ്ഞാന കൈരളി പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തെത്തിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവതിക്ക് പാരിതോഷികം നൽകി. ശ്രീനാരായണ സാംസ്കാരിക സമിതി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് EP സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. പിന്നണി ഗായകനും ഗിറ്റാറിസ്റ്റുമായ ഭാഗ്യരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് S. നാരായണദാസ്, NS വിദ്യാപീഠം പ്രിൻസിപ്പൽ KR വിശ്വംഭരൻ, ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ രാമചന്ദ്രപിള്ള J, അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് വിശാഖ് പത്യൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സലീല വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കായംകുളം.